ഞാൻ നീളൻ പയർ വെച്ചിട്ട് മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കുന്നത്. പയറിൻ്റെ ടേസ്റ്റ് ഒട്ടും തന്നെ പോകാതെ പച്ചമുളകും കുറച്ച് മുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത് തയ്യാറാക്കാവുന്നതാണ്. എൻ്റെ യൂട്യൂബ് ചാനലായ രാജലക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറും മോരും പിക്കിളും അതിനോടൊപ്പം ഈ മെഴുക്ക് പുരട്ടിയും വളരെ രുചികരമാണ്. ഇത് പല പല രീതിയിൽ തയ്യാറാക്കാറുണ്ട്, പക്ഷേ ഇതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. ഇതിൽ കൂടുതൽ ക്വാണ്ടിറ്റി പയർ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ പകുതി എടുത്താൽ മതിയാകും. ഏകദേശം 1/2 കിലോ പയർ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ പയർ മെഴുക്ക് പുരട്ടി എപ്പോഴും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് കൂടുതൽ രുചികരം. വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവർക്ക് സൺഫ്ലവർ ഓയിലിലും തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് അത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അതിലോട്ട് വെള്ളം ഒഴിച്ച് ഒരു 1-2 പ്രാവശ്യം നല്ലപോലെ വാഷ് ചെയ്ത് എന്നിട്ട് നല്ല വെള്ളം തോർന്നതിന് ശേഷം നമുക്കത് ഇനി അത് ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം, കുറച്ച് നീളത്തിൽ. നമ്മൾ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുമ്പോൾ കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ തോരനൊക്കെ റെഡിയാക്കുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതിയാവും. ഒരേ വലുപ്പത്തിൽ. ഇതുണ്ടാക്കാൻ എപ്പോഴും നല്ല പിഞ്ചായിട്ടുള്ള പയറെടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ എളുപ്പത്തിൽ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഇതുപോലെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്ത് എടുത്താൽ അത് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ സാധിക്കും. ആദ്യത്തേത് കട്ട് ചെയ്തെടുത്തു. ഇനി അതുപോലെ അതൊരു കാസറോളിലിട്ടതിന് ശേഷം രണ്ടാമത്തതും കട്ട് ചെയ്യാം. അതിൻ്റെ ആ ഹാർഡായിട്ടുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് അതിലോട്ട് ഇടാം. ഇട്ടതിന് ശേഷം നമുക്കിനി അതിൽ പച്ചമുളക് ചേർക്കണം. ഒരു 6-7 എരിവുള്ള പച്ചമുളകാണ്. അതിങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് അതിലോട്ട് ചേർക്കണം. ഇപ്പോൾ അതിന് എരിവ് കൂടുതൽ ഉള്ള പച്ചമുളക് ചേർത്താലേ നല്ല രുചികരമാവുള്ളൂ. ഇനി ഒരു പാൻ വെച്ചിട്ട് നല്ലത് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതൊന്ന് ചൂടാതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് അത് നല്ല ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലോട്ട് 2 വറ്റൽമുളക് ചേർക്കണം. അതൊന്ന് നല്ല ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം അതിലോട്ട് കറിവേപ്പില ചേർക്കണം. കറിവേപ്പില എൻ്റെ കൈവശം ഇല്ലായിരുന്നു, ഒരു 2-3 എണ്ണേ ഉള്ളായിരുന്നു, അതാണ് ചേർത്തത്. കുറച്ച് കറിവേപ്പില ചേർക്കുന്നത് നല്ലതാണ്, നല്ല ഫ്ലേവർ കൊടുക്കും. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ബീൻസ് അതിലോട്ട് ചേർക്കാം. ഈ സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. എന്നിട്ട് അത് നല്ല ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് എടുക്കണം, ഒരു 2-3 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്. ഇത് ക്രിസ്റ്റലായിട്ടുള്ള ഉപ്പായതുകൊണ്ടാണ് ഇത്രയും ചേർത്തത്. നമ്മൾ സാധാരണ ഉപ്പാണെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് ചേർക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അത് നല്ലൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് അതിലോട്ട് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കണം. ഒരു 2-3 മിനിറ്റ് ആയി. ഇനി നമുക്ക് ആ മൂടിയൊന്ന് തുറന്ന് അതൊന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. വീണ്ടും ഇതുപോലെ ഒരു 1-2 മിനിറ്റ്. വീണ്ടും ഒന്നുകൂടെ ഒന്ന് തുറന്ന് ഇളക്കി ഇതുപോലെ യോജിപ്പിച്ചെടുക്കണം.
ഇപ്പോൾ അതിൽ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അതിൽ മുളകെല്ലാം ചേർത്ത് നല്ലവണ്ണം അത് പിടിച്ച് നല്ല എരിവൊക്കെ ഉണ്ടാവും ഇങ്ങനെ ആകുമ്പോൾ. വീണ്ടും ഒന്നുകൂടെ മൂടി അടച്ചു വെച്ചതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ അത് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. എല്ലാം നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്, വെളിച്ചെണ്ണയുടെയൊക്കെ. നല്ല രുചികരമായ ഒരു മെഴുക്കുവരട്ടിയാണിത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന ന്യൂ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. കൂടാതെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇതേ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായും ഇഷ്ടപ്പെടും. നമുക്കിനി അത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഫ്രണ്ട്സ്, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രുചികരമായ ഒരു മെഴുക്കുവരട്ടിയാണ്. എന്നാൽ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി.